ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അക്രിലിക് പെയിന്റായി യൂസ് ചെയ്തേക്കുന്നത്. ഒരു സീ സൈഡ് വ്യൂ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ സ്കൈൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പെർമനന്റ് ബ്ലൂ ലൈറ്റും ടൈറ്റാനിയം വൈറ്റും കൂടിയാണ് ഞാൻ സ്കൈൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഞാനത് വാഷ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സീൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനവിടെ ഒരു പേപ്പർ ടേപ്പ് പൊട്ടിക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ സീൻ്റെ പോർഷൻ ചെയ്യുന്നത് പെർഷ്യൻ ബ്ലൂവും പെർമനന്റ് ബ്ലൂ ലൈറ്റും ടൈറ്റാനിയം വൈറ്റും കൂടി യൂസ് ചെയ്തിട്ടാണ് സീൻ്റെ പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ നടുക്കൂടി ഒരു പാത്വേയും രണ്ട് സൈഡിലും ബുഷസും ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു പാത്വേ ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന യെല്ലോ ഓക്രാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ അതും കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ സെൻറ്ററിലുള്ള പാത്വേ ചെയ്തതിന് ശേഷമാണ് രണ്ട് സൈഡിലായിട്ട് ബുഷ് ചെയ്യുന്നത്. അപ്പോൾ പാത്വേ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഗ്രീൻ കളറിൽ ബുഷസ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ബുഷസ് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് സാപ്പ് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. സാപ്പ് ഗ്രീൻ ഞാൻ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ബ്രഷിന്റെ സ്ട്രോക്ക് കാണുന്ന രീതിയിൽ തന്നെ സാപ്പ് ഗ്രീൻ ഞാൻ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ സൈഡിലുള്ള ബുഷസിന്റെ ഗ്രീൻ ഒന്ന് ഡ്രൈ ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് സ്കൈൻ്റെ ക്ലൗഡിന്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. ടൈറ്റാനിയം വൈറ്റ് വെച്ചിട്ട് തന്നെയാണ് സ്കൈയിലെ ക്ലൗഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ക്ലൗഡ് വരയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് പെയിന്റിങ് ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളത്, ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഏത് പോർഷനാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അതിനുശേഷം ഞാൻ അവിടെ പെർമനന്റ് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് തന്നെ സ്ട്രോക്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ പുല്ലിലൊക്കെ കറക്റ്റായിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ അപ്ലൈ ചെയ്യുന്നത് പോലെ നമ്മൾ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ആ ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ചെറിയൊരു വേലി വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു തടി വെച്ചിട്ട് ചെയ്യുന്ന പോലൊരു എഫക്റ്റ് കിട്ടാനായിട്ട് ബേൺസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതും കുറച്ച് ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട്
ഒരു തടിയുടെ എഫക്റ്റ് പോലെ ചെയ്തെടുത്തിട്ട് ആണ് ആ പോർഷൻ ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയൊരു മരത്തിന്റെ ബ്രാഞ്ച് കാണുന്ന രീതിയിലും കൂടി ബേൺസീനെ വെച്ചിട്ട് തന്നെ ബേൺസീന് ബ്ലാക്കും കൂടി അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു ശിഖരം കാണുന്ന പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ സാപ്പ് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ലീഫിന്റെ പോർഷനും കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പെയിന്റിങ്ങിന്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.